എല്ലാവർക്കും മരിയാസ് വർക്ക്ഷോപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആർട്ട് ഫോമിൻ്റെ പേര് മധുബനി ആർട്ട് എന്നാണ്. മധുബനി ആർട്ട് മിഥില ആർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഇത് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ഒക്കെ മിഥില ഭാഗത്ത്, പണ്ട് കാലത്ത് മിഥില ഭാഗം എന്നറിയപ്പെടുന്ന ഭാഗത്ത് ആണ് ഉത്ഭവിച്ചത് എന്നുള്ള കാരണം കൊണ്ടാണ് ഇതിന് മിഥില ആർട്ട് എന്നുള്ളൊരു പേരും കൂടെ വന്നിരിക്കുന്നത്. ബീഹാറിലെ മധുബനി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരിൽ നിന്നും മധുബനി ആർട്ട് എന്ന് പറയുന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ബീഹാറിലെ തന്നെ മധുബനി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഈ ആർട്ട് ഉത്ഭവിച്ചത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ബ്രാഹ്മൺ, അതുപോലെ തന്നെ കയാസ്ത എന്നൊക്കെ എന്നറിയപ്പെടുന്ന കാസ്റ്റുകളിലുള്ള സ്ത്രീകളാണ് ഈ ആർട്ട് പ്രധാനമായിട്ടും ചെയ്തു പോന്നിരുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണങ്ങളിൽ പെട്ടതാണ് ഇതിൽ കാണുന്ന ജോമെട്രിക് ആയിട്ടുള്ള പാറ്റേൺസും ഡിസൈൻസുമെല്ലാം. ട്രഡീഷണൽ ആയിട്ടുള്ള മധുബനി ആർട്ടിൽ നമുക്ക് ഫ്രീ ആയി കിടക്കുന്ന, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ആ ഒരു പേപ്പറിൽ കാണാനായിട്ട് അധികം സാധിക്കില്ല. എല്ലാ ഭാഗവും ഒന്നുകിൽ ജോമെട്രിക് ഷേപ്സ് വെച്ചിട്ടായിരിക്കും മെജോറിറ്റി ഫിൽ ചെയ്ത് പോകുന്ന തരത്തിലാണ് ട്രഡീഷണൽ ആയിട്ടുള്ള മധുബനി ആർട്ട് പെയിൻറ്റിങ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മധുബനി ആർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പേപ്പറിലോ ക്യാൻവാസ് ബോർഡിലോ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള തുണിയിലൊക്കെ മധുബനി ആർട്ട് പണ്ട് കാലങ്ങളിൽ ചെയ്യുമായിരുന്നു. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന മധുബനി ആർട്ട് മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടാണ്. പ്രധാനമായിട്ടും ഈ ആർട്ടിൽ വരുന്ന വിഷയങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ആർട്ടിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കാറുള്ളത്. ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കാണിക്കുന്നത് പോലെ ജോമെട്രിക് പാറ്റേൺസും ഷേപ്സൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് മധുബനി ആർട്ടിലെ സാധാരണ കണ്ടുവരുന്ന ഒരു രീതി. ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് ബോണ്ട് പേപ്പറിലാണ്. കളറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ കളർ പെൻസാണ്. അതിന് പകരം സാധാരണ അക്രിലിക് പെയിൻറ്റ്, വാട്ടർ കളേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടും മീഡിയം എന്നുള്ളത് മധുബനി ആർട്ടിന് ട്രഡീഷണലി നോക്കുമ്പോൾ ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്ത് പഠിക്കുന്ന തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏത് മീഡിയം യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ആർട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ നമ്മളുടെ ക്യാൻവാസിൽ ആദ്യം നമ്മളത് പകർത്തിയെടുക്കുക. ഞാനത് പകർത്തിയെടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ജെൽ പെന്നാണ്. അതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം വാട്ടർ കളർ പെൻസ് യൂസ് ചെയ്ത് ഈ ചിത്രങ്ങൾക്ക് നമ്മൾ നിറം കൊടുക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ അവർ ഈ ആർട്ട് ചെയ്തു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ബ്രഷുകളൊന്നും അത്ര സുലഭമായിരുന്നില്ല. അക്കാലങ്ങളിൽ അവർ കൈവിരലുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മുളന്തണ്ടുകൾ കെട്ടിയിട്ട് അത് ബ്രഷ് പോലെ ഉപയോഗിച്ചൊക്കെയാണ് ഈ ആർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ക്യാൻവാസ് തുണിക്കഷ്ണങ്ങൾ തൊട്ട് ചുമരുകൾ വരെ നീളുന്നതായിരുന്നു. നിറത്തിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് പൂക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള നിറങ്ങൾ അവരുപയോഗിക്കുമായിരുന്നു. മധുബനി പെയിൻറ്റിങ്ങിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന കളറുകൾ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. മധുബനി പെയിൻറ്റിങ്ങിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു പെയിൻറ്റിങ്ങിൽ കാണാൻ സാധിക്കുന്ന ഈ മത്സ്യത്തിനെ സാധാരണയായിട്ട് ഉപമിക്കുന്നത് സമ്പത്തിനോടാണ്. പ്രോസ്പെരിറ്റി, അതുപോലെ തന്നെ സിംബൽ ഓഫ് ഫെർട്ടിലിറ്റി എന്ന നിലയിലുമാണ്. പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്ന മത്സ്യ നിലനിൽപ്പിനെ അവർ നോക്കിക്കണ്ടിരുന്നത് സന്തുലിതമായ ഒരു ആവാസ വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ള നിലയ്ക്കാണ്. ധാരാളമായുള്ള മത്സ്യസമ്പത്ത് ഐശ്വര്യത്തെ സൂചിപ്പിച്ചിരുന്നു എന്നും അവർക്കിടയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ മധുബനി ആർട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്.
വാട്ടർ കളർ പെൻസിന് പകരം അക്രിലിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു ആർട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഇതുപോലെയുള്ളൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.